ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിന് മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, അവിടുന്ന് ഞങ്ങളിൽ വന്ന് നിറയണമേ. വചനം കേൾക്കുന്നത് മൂലം ഞങ്ങളുടെ മനസ്സുകൾക്ക് ആവശ്യമായ സമാധാനവും ദൈവത്തിൻ്റെ വിലതീരാത്ത സമ്മാനമായ സമാധാനവുമൊക്കെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഈശോയെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ മനസ്സുകൾക്ക് വലിയ വിടുതൽ നൽകുന്നതായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മൾക്കിന്ന് ധ്യാന വിഷയമായിട്ട് അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 22-ാമത്തെ വചനം ധ്യാനിക്കാം. ദാവീദിനെക്കുറിച്ച് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 22-ാമത്തെ തിരുവചനം. ദാവീദിനെക്കുറിച്ച് ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ജസ്സയുടെ പുത്രനായ ദാവീദിൽ ദൈവമായ കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ തിരുവചന ഭാഗം നമുക്ക് വളരെ വലിയ സന്തോഷം നൽകുന്ന ഒരു വചനഭാഗമാണ്. ആരാണ് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവർ? ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവൻ അനുഗ്രഹീതനല്ലേ, അവൻ ഭാഗ്യവാനാണ്. വചനം പറയാണ്, ജസ്സയുടെ പുത്രനായ ദാവീദിൽ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ദൈവമായ കർത്താവിൻ്റെ മനസ്സിൻ്റെ ഈ ഇണക്കം എന്തായിരുന്നു? ദാവീദിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ മനസ്സിൽ ഇണക്കമായി കണ്ടത്? നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. ദാവീദിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരു ആഴക്കടലായിട്ട് കിടക്കുകയാണ്. എങ്കിലും ഏതാനും ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഹിതത്തിന് ഇണങ്ങാൻ ഈ മനുഷ്യനിൽ ദൈവം കണ്ട പ്രത്യേകതകളെ നമുക്കൊന്ന് ധ്യാനിക്കാം. ദാവീദ് ഒരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുന്ന ഒരു ആളായിരുന്നു ദാവീദ്. 116-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വചനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണുകയാണ്: ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. അവിടുന്ന് എനിക്ക് ചെവി ചായിച്ചു തന്നിരിക്കുന്നു. വചനം പറയാണ്, 116-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം: ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയുടെ നേരെ അവിടുന്ന് ചെവി ചായിച്ച് തന്നിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. രാവും പകലും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവനായിരുന്നു എത്രേ ദാവീദ്. ദൈവത്തെ ദാവീദിനാവും പോലെ എന്നല്ല, അതിൻ്റെ അങ്ങറ്റത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ദാവീദ്. അവിടെ ദാവീദ് പറയുകയാണ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരാളെ നോക്കി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വലിയൊരു ഭാവമാണ്, എന്തോ ഒരു വലിയൊരു സന്തോഷമാണ്. കരയുന്ന അമ്മയുടെ മടിയിലിരുന്ന് അമ്മയുടെ കണ്ണീർ തുള്ളികൾ തൂത്തിട്ട്, അമ്മയെ കരയണ്ട, അമ്മയ്ക്ക് ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ആ ശബ്ദം, അല്ലെങ്കിൽ ആ കുഞ്ഞ് തുടച്ചു കൊടുക്കുന്ന ആ കണ്ണുനീരിൻ്റെ ഇല്ലായ്മ അമ്മയുടെ ഹൃദയത്തെ എത്ര കണ്ടായിരിക്കും സന്തോഷിപ്പിക്കുക. ദാവീദ് ദൈവത്തെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. രാവും പകലും അവിടുത്തെ വിളിച്ച് അപേക്ഷിച്ചിരുന്നു. അവിടുത്തെ ഹിതത്തിന് ഒത്ത് ജീവിച്ചിരുന്നു. തിരുവചനത്തിലേക്ക് വീണ്ടും നമുക്ക് കടന്നു പോകാം. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 63-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനം: രാത്രിയും പകലുമെല്ലാം ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തെ തേടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദാവീദിനെ 63-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ്. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രികാലങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും മാത്രമല്ല,
ആ സമയത്ത് ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുകയും ചെയ്യുന്നു. രാത്രിയിൽ അങ്ങേ ഓർക്കുന്നു. എവിടെ? കിടക്കയിൽ. ദാവീദ് കിടക്കുക. ഞാൻ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുന്നു. നോക്ക്, ദാവീദിന് ഒറ്റ ചിന്തയേ ഉള്ളൂ: ദൈവത്തെ ഓർക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവത്തെ ധ്യാനിക്കുക. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ അങ്ങേ കിടക്കയിൽ ഓർക്കുന്നു, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പം മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ എൻ്റെ ആത്മാവ് തൃപ്തി അടയുന്നു. രാവും പകലും ദൈവത്തെ വിളിക്കുകയും അന്വേഷിക്കുകയും സ്തുതി കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ദാവീദ്. അങ്ങനെയാണെങ്കിൽ ഈ ദാവീദിനെ പോലെയുള്ള ഒരു വ്യക്തിയാണ്, ഒരു ദൈവ പൈതലാണ് ഞാനെങ്കിൽ, നീയെങ്കിൽ ഞാനും ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവളായിരിക്കില്ലേ? നീയും ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവനായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ദൈവത്തിൻ്റെ മനസ്സിന് ഇണക്കമുള്ളവരായി ജീവിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാമൊക്കെ ചെയ്യാനായിട്ട് ഇനിയുമുണ്ട്. എന്തൊക്കെ നമ്മൾ ചെയ്യാതെ പോയിരിക്കുന്നു? ഇനി എന്തൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും? ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരുവനെ ദാവീദിനിൽ ദൈവം കണ്ടെത്തിയതുപോലെ തന്നെ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരാളായിരിക്കണം ഞാൻ. ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരാളായിരിക്കണം നീ. വീണ്ടും തിരുവചനത്തിലേക്ക് കടന്നു പോവുകയാണ്. ദാവീദിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങാൻ. തൻ്റെ തെറ്റിനെക്കുറിച്ച്, ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ഇത്ര കണ്ട് പശ്ചാത്തപിക്കുന്ന ഒരാൾ വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. അതുപോലെ താൻ ദൈവത്തെ സ്നേഹിച്ചിരുന്ന, തന്നെ സ്നേഹിച്ചിരുന്ന ദൈവത്തെ നൊമ്പരപ്പെടുത്തിയല്ലോ എൻ്റെ പ്രവൃത്തി മൂലം, എൻ്റെ ചിന്ത മൂലം. ആ ഒരു വേദനയിൽ പശ്ചാത്തപിച്ച് മാപ്പിരക്കുന്ന ഒരു ദാവീദിനെ നമ്മൾ കാണുകയാണ്. 51-ാം സങ്കീർത്തനം ദാവീദ് കനിയണമേ, ദൈവമേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് അപേക്ഷിക്കുക. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ, കാരുണ്യാതിരത്തിനനുസരിച്ച് എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. അനുതാപത്തോടെ കരഞ്ഞ് തൻ്റെ തെറ്റിനു വേണ്ടി മാപ്പിരക്കുന്ന ദാവീദിന് ദൈവം അവനിൽ സംപ്രീതനായി. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ മനസ്സിന് ദാവീദിൽ ഇണക്കമായി ഉണ്ടായിരുന്ന കാര്യങ്ങൾ. നമ്മുടെ ദൃഷ്ടിയിൽ ഇത് ചെറിയ കാര്യമായിട്ട് തോന്നും. അല്ല, വലിയ കാര്യമാണ്. ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കാനായിട്ട് സാധിക്കുക. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൽ 5-ാമത്തെ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. വചനപ്രകാരമാണ്: എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ പാപം ഞാൻ അവിടുത്തോട് ഏറ്റുപറഞ്ഞു, എൻ്റെ അകൃത്യം ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല. ശിക്ഷയോർത്ത് പാപത്തെ മറച്ചു വെക്കുന്നില്ല ദാവീദ്. എന്ത് ശിക്ഷയും വരട്ടെ അത് സ്വീകരിക്കാനായിട്ട് റെഡിയാണ് ദാവീദ്. എൻ്റെ പാപം ഒന്നും ഞാൻ മറച്ചു വെച്ചില്ല, അതെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ഏറ്റുപറഞ്ഞുവെന്ന് ദാവീദ് ഇവിടെ പറയുകയാണ്. അതുകൊണ്ട് എന്തേ 17-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വചനം, ഈ ഏറ്റുപറച്ചിൽ കഴിഞ്ഞ് ദാവീദ് പറയുകയാണ്: കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ, അങ്ങയുടെ ചെറുകിൻ്റെ കീഴിൽ എന്നെ മറയ്ക്കണമേ. കണ്ണിലെ കൃഷ്ണമണി പോലെ, നമുക്കറിയാം കണ്ണിലെ കൃഷ്ണമണി എത്ര സേഫായ സ്ഥലത്ത് കൊണ്ടുപോയി കർത്താവ് അത് വെച്ചേക്കുന്നതെന്ന്. എന്നതേലും ഒരു പൊടിയോ എന്തെങ്കിലും കുഞ്ഞു മറ്റു സാധനങ്ങളോ കണ്ണിൽ വീണ ഉടനെ നമ്മൾ കണ്ണടയ്ക്കും, അല്ലേ? അത്ര സേഫായിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി. ദാവീദ് പറയാണ്, ഈ പശ്ചാത്താപം എല്ലാം കഴിഞ്ഞ് ദാവീദ് ദൈവത്തോട് പറയുകയാണ്: കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണം, അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ എന്നെ സംരക്ഷിക്കണം. ഇതൊക്കെയാ, ഈ സ്വഭാവ പ്രത്യേകതകളും ഈ ഏറ്റുപറച്ചിലും ഒക്കെയാണ് ദൈവം ദാവീദിനിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് ഏറ്റുപറയാം, നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. ദൈവമേ, അങ്ങയുടെ മനസ്സിന് ഇണങ്ങിയ ഒരാളായിട്ട് എന്നെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ ദൈവത്തിൻ്റെ സമക്ഷം അദ്ദേഹം ഏറ്റുപറഞ്ഞു. ഒന്നിനു പുറകെ ഒന്നായി എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുക. ദൈവം തന്ന തൻ്റെ ജീവിതത്തെ ഓർത്ത് നന്ദി പറയുന്ന ദാവീദിനെ നമ്മൾ കാണുകയാണ്. ദൈവം തന്ന ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ദാവീദ്. എന്തോർത്താ ദാവീദ് ദൈവത്തിന് നന്ദി പറയുന്നത്? അവനൊരാട്ടിടയനായിരുന്നു. നമുക്കറിയാം, ഒരു പാവപ്പെട്ട ആട്ടിടയ പയ്യനായിരുന്നു.
ഈ ആട്ടിടയനിൽ നിന്ന് ദൈവമായ കർത്താവ് അവനെ എത്തിച്ചത് എങ്ങോട്ടേക്കാ? ഒരു രാജപദവിയിലേക്ക്. ആട്ടിടയനിൽ നിന്ന് രാജപദവിയിലേക്കുള്ള വലിയൊരു ഉയർച്ച. ഈ ഉയർച്ചയോർത്താണ് ദാവീദ് നന്ദി പറയുന്നത്. ആ ജീവനാന്തം നന്ദി പറയുകയാണ്. ഞാനൊരാട്ടിടയനായിരുന്നല്ലോ, ഞാനിതിനൊന്നും യോഗ്യനായിരുന്നില്ലല്ലോ, അവിടുത്തെ യോഗ്യതയാൽ എന്നെ വലിയൊരു രാജാവാക്കി മാറ്റിയല്ലോ. ജീവിതത്തിൽ ദൈവം കൊടുത്ത നന്മകളെ ഓർത്ത് അനുദിവസവും അനുനിമിഷവും നന്ദി പറയുന്ന ഒരു ദാവീദ്. സഹോദര സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങളോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാനുണ്ട്. ഞാൻ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥ എൻ്റെ ദൈവം എനിക്ക് തന്നതല്ലേ, എൻ്റെ ദൈവം എനിക്ക് തന്നതല്ലേ, നിൻ്റെ ദൈവം നിനക്ക് തന്നതല്ലേ. ആയിരിക്കുന്ന ഈ അവസ്ഥ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാൻ ദാവീദിനെ പോലെ. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു സിസ്റ്റർ പറഞ്ഞു, സിസ്റ്ററെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ട് എൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ആ സിസ്റ്ററിന് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, ഈ സിസ്റ്ററിനോട് അവൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാൻ. എനിക്കൊരു സന്ദേശം കിട്ടുകയാണ്. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററിന് ദൈവം തന്ന അനുഗ്രഹങ്ങളോടത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ഇപ്പോൾ എനിക്കൊരു സന്ദേശം കിട്ടുകയാണ്. അന്നേരത്തേനും ഇത് കേട്ടപ്പോഴേക്കും ആ സിസ്റ്റർ ഒരു ഒറ്റ കരച്ചിൽ, പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, സിസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ 3 പെൺപിള്ളേരാണ്. ഏറ്റവും ഇളയതാണ് ഞാൻ. എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ചു, ചേച്ചി ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നു. അതിൻ്റെ നേരെ ഇളയതിനെയും കല്യാണം കഴിച്ചു, അവരും ജീവിക്കുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ സിസ്റ്ററെ ഇങ്ങനെയൊരു വേലയിലേക്ക് തമ്പുരാൻ്റെ പ്രിയപ്പെട്ടവളാക്കി ദൈവവിളി കിട്ടി മാറ്റി നിർത്തപ്പെട്ടത്. എനിക്കെൻ്റെ വീട് അന്തരീക്ഷം ഓർത്ത് കഴിയുമ്പോൾ ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. പിന്നെ ആ സിസ്റ്റർ നന്ദി കൊണ്ട് ഇരുന്ന് കരയുകയാ. ചേച്ചിമാർക്ക് 2 പേർക്കും കിട്ടാത്ത വലിയ സൗഭാഗ്യം, ചേച്ചിമാർക്ക് 2ഉം കിട്ടാത്ത വലിയ ആനന്ദം, ചേച്ചിമാർക്ക് 2ഉം നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിദ്യാഭ്യാസം സാധ്യതകൾ എല്ലാം ദൈവം ഈ സിസ്റ്ററിന് മനോഹരമായിട്ട് അണിയിച്ചൊരുക്കി കൊടുത്തു. കർത്താവ് അവളോട് പറയുക, അതോർത്ത് നീ നന്ദി പറ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരും ദൈവം ഓരോ രീതിയിലേക്ക് ഉയർത്തിയിരിക്കുക. ഓരോരുത്തർക്കും കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയാണ്. ദാവീദിനെ പോലെ നമ്മളും ഇതുപോലെ ദൈവം നമുക്ക് തന്ന നന്മകൾ ഓർത്ത് നന്ദി പറയുകയാണെങ്കിൽ നീ ദൈവത്തിന് ഇണങ്ങിയ ഒരാളായിരിക്കും. ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വലിയ കാര്യമാണത്, അല്ലേ? ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളാണ്, നീ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളാണ്. ഈ ഇണക്കമോർത്ത് നമുക്ക് സന്തോഷിക്കാനായിട്ട് സാധിക്കണം. ഒരു പക്ഷേ ദാവീദിനെ പോലെ നമ്മൾ പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്ക് അനുതപിച്ച് പശ്ചാത്തപിച്ച് തിരിച്ചു വന്നു കഴിയുമ്പോൾ ആ വലിയൊരു ഹൃദയ ഇണക്കം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കുകയാണ് ചെയ്യുക. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെയൊക്കെ പിന്നിൽ ഈ നന്ദിയുടെ മനോഭാവം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. നന്ദിയുടെ മനോഭാവം. ചില സാധനങ്ങളൊക്കെ ആരെങ്കിലും നമുക്കൊരു ചെറിയ സാധനം ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ മേടിച്ചിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമില്ലേ, താങ്ക്സ് നമ്മൾ പറയാറുണ്ട്, നന്ദി. വീണ്ടും നമ്മൾ നന്ദി പറയുകയാണെങ്കിലോ അവരുടെ മനസ്സിനത് വലിയ സന്തോഷമായിരിക്കും. വിശുദ്ധ അംബ്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി 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 എന്ന് നീ ആവർത്തിച്ച് പറഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. നന്ദി പറയുക ദൈവത്തോട്. ദാവീദ് അത് ചെയ്തുള്ളൂ. ആ ഒരൊറ്റ ചെയ്ത്താണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദാവീദിനെ ഇണക്കമുള്ളവനാക്കി മാറ്റിയത്. നമുക്ക് നന്ദി പറയാം. നന്ദിയുടെ ഒരു ജീവിതം നമുക്കും ഇവിടെ ആരംഭിക്കാം. ദൈവമേ നന്ദി, ഈ നല്ല വീട് തന്നേന്, ഈ കാറ് തന്നേന്, ഈ ജോലി തന്നേന്, എനിക്ക് മാസം ഇത്രയും പൈസയേ ഉള്ളൂ, ഇത്രയും പൈസ തന്നേന്. ഈ കഴിഞ്ഞ ദിവസം ധ്യാനിക്കാമെന്ന ഒരു സഹോദരനൊരു സാക്ഷ്യം പറഞ്ഞു ഓർക്കുക. ആ സഹോദരൻ്റെ മാസ ശമ്പളം 3000 രൂപയുണ്ടായിരുന്നുള്ളൂ. ഒരു മാസം അദ്ദേഹം ഒരു പണിയെടുത്താൽ 3000 രൂപ. ഇദ്ദേഹം ധ്യാനം കൂടിക്കഴിഞ്ഞ് ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് കിട്ടുന്ന 3000-ൻ്റെ 10-1 ഞാൻ ദശാംശമായിട്ട് കൃത്യം ഞാൻ കർത്താവ് നിനക്ക് തരും. എനിക്ക് 3000 രൂപയുടെ പണിയെടുക്കാനുള്ള ആരോഗ്യം നീ തന്നല്ലോ, ഞാൻ നിനക്കിത് കൃത്യമായിട്ട് തന്നിരിക്കും എന്ന് ഇദ്ദേഹം അങ്ങനെ ധ്യാന സെൻറ്ററിലിരുന്ന് തമ്പുരാനുമായിട്ടൊരു വാക്ക് കൊടുത്തു. അത് ചെയ്തു. ഈ 3000 രൂപയുടെ പണി കഴിയുന്നു, ഓരോ മാസം കിട്ടുന്നു, അതിന് ദശാംശം കൃത്യം കൊടുക്കുന്നു, നന്ദി പറയുന്നു, അങ്ങനെ പോവുകയാണ്.
4 മാസം ഇദ്ദേഹം ഈ കിട്ടിയ 3000 രൂപയ്ക്ക് നന്ദി പറയുകയും ദൈവത്തെ സ്തുതി പറയുകയും ദശാംശം കൊടുക്കുകയൊക്കെ ചെയ്തു. 4-ാം മാസം ഇദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തെ ആ ഉടമസ്ഥൻ വിളിച്ചിട്ട് പറയാം, നിനക്ക് ഞാൻ വേറൊരു പണി തരാം. ആ പണി ചെയ്തു. ആ പണിക്കാണെങ്കിൽ കുറച്ചുകൂടെ ശമ്പളം നിനക്ക് കിട്ടുകയും ചെയ്യും. നിൻ്റെ ഈ നല്ല ഈ ഉത്സാഹവും ഈ സന്തോഷവും ഒക്കെ എനിക്കും വളരെ സന്തോഷം തരുന്നു. ഇദ്ദേഹത്തിനെ മറ്റൊരു ജോലിയിലേക്ക് കയറ്റി. അവിടെ ഇദ്ദേഹത്തിന് 12,000 രൂപ, നോക്കണം, 4 മാസം കൊണ്ട് 12,000 രൂപയിലേക്ക് കർത്താവ് ഉയർത്തി. എന്നിട്ട് ഇദ്ദേഹം അവിടെ ഷെയർ ചെയ്യാണ്, ഞാൻ എൻ്റെ 12,000 രൂപയുടെ 10 വീണ്ടും മാറ്റി വെക്കാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, വെറും 3000 കിടന്ന് എന്നെ നീ 12,000 എത്തിച്ചല്ലോ, നിനക്ക് നന്ദി, നിനക്ക് നന്ദി, നിനക്ക് നന്ദി. ഈ 12,000 രൂപയുടെ പണിയെടുക്കാനുള്ള ആരോഗ്യം, ആയുസ്, സമയം, ഇതെല്ലാം എനിക്ക് വേണമല്ലോ, അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ലോ. ഇതെല്ലാം തന്ന ദൈവമേ നിനക്ക് ഞാൻ നന്ദി. ഇപ്പോൾ ഈ സഹോദരൻ്റെ ഈ അനുഭവ സാക്ഷ്യം കേട്ട് നമ്മളിങ്ങനെ അറിയാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹം, ഞാൻ ഓർത്ത് അവിടെ കൊണ്ട് തീർന്നു. വീണ്ടും ഈ പയ്യൻ പറയുകയാണ്, വീണ്ടും ഞാൻ 8 മാസം ഈ 12,000 രൂപയ്ക്ക് ശമ്പളത്തിന് ഞാൻ പണിയെടുത്തു. അത്ഭുതകരമായിട്ട് ഈ സഹോദരൻ പറയുകയാണ്, ആ ഉടമസ്ഥൻ തന്നെ ഇദ്ദേഹത്തെ വേറെ ഒരു പണിയിലേക്ക് കയറ്റിവിട്ടു. അവിടെ ആ പയ്യന് ഇപ്പോൾ 24,500 രൂപ, 24,500 രൂപയോളം ഇദ്ദേഹത്തിന് പിന്നെ ശമ്പളം ഒന്നുണ്ട്. ഇത്രയും ശമ്പളം കിട്ടി. ഇദ്ദേഹം അവിടെ നിന്ന് മൈക്ക് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ 3000-ൽ നിന്ന് ഇത്രയും വലിയ ശമ്പളത്തിലേക്ക് കയറ്റി, നന്ദിയല്ലാതെ എനിക്കൊന്നും പറയാനില്ലെന്ന്. ജനമെല്ലാം ആഞ്ഞ് കൈയടിച്ചു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ചേട്ടൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, എനിക്കൊരു ധ്യാനം ഇവിടെ ഒരാഴ്ച ധ്യാനം കൂടി എന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് തന്നത് ആ പയ്യൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം കേട്ടിട്ടാണ്. സിസ്റ്റർ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് എന്തോരം ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു. ഞാനൊരു ഓലപ്പരയിൽ കിടന്നതാ. ആ സഹോദരൻ പറയാണ്, ഞാനൊരു ഓലപ്പരയിൽ കിടന്നതാ, കർത്താവ് ഇന്ന് എനിക്ക് 2 നില വീടാ തന്നേക്കുന്നത്. എന്നെ ദൈവം എന്തുമാത്രം അനുഗ്രഹിച്ചു, എന്തുമാത്രം ഉയർത്തി. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് 4 വർഷം കഴിഞ്ഞാണ് കുഞ്ഞുണ്ടായത്. അത് കഴിഞ്ഞ് കർത്താവ് ഞങ്ങൾക്ക് 3 ആൺമക്കളെ തന്നു. ഞാൻ എന്തോരം നന്ദി പറഞ്ഞാലാ. ഞാൻ പറഞ്ഞു, നന്ദി പറഞ്ഞു. ദൈവത്തിന് അത് ഏറ്റവും ഹിതകരമായിരിക്കും, പ്രീതികരമായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഇതുപോലെ ദൈവത്തിന് നന്ദി പറഞ്ഞു, സ്തുതി പറഞ്ഞു. ഇതാ ദൈവത്തിൻ്റെ മനസ്സിന് ദാവീദ് ഇണക്കമുള്ളവനായി മാറിയതുപോലെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവരാകാൻ, ആ വചനമാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയവരാകാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള സാധ്യതകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ആവർത്തിച്ച് നമ്മൾ നന്ദി പറയുമ്പോൾ ദൈവം ഏറെ സന്തുഷ്ടനാകും. പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ തിരുവചനത്തിൽ കാണുന്നുണ്ടല്ലോ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. എല്ലാ കാര്യങ്ങളിലും. ദാവീദ് സങ്കീർത്തന പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു, അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കുന്നു. എന്താ ദാവീദ് പ്രഘോഷിക്കുന്ന അത്ഭുതകരമായ അവിടുത്തെ പ്രവൃത്തി എന്നറിയാവോ? ഞാനൊരാട്ടിടയനായിരുന്നേ, ഞാനിപ്പോൾ രാജാവായേ. അതാ പുള്ളി പ്രഘോഷിക്കുന്നത്. കർത്താവേ, നീ എനിക്ക് ചെയ്ത മുഴുവൻ മഹത്തായ കാര്യങ്ങളെയും ഓർത്ത് ജനസമൂഹത്തിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ മനുഷ്യരാണെങ്കിൽ പോലും നമ്മൾ നന്ദി പറഞ്ഞാൽ അവർക്ക് കൂടുതൽ നമുക്ക് ചെയ്തു തരാൻ തോന്നും. നന്ദിയുള്ളവരെ നമുക്ക് സ്വീകരിക്കാനായിട്ട് എളുപ്പമാണ്. ചില മനുഷ്യരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഉണ്ട ചോറിന് പോലും നന്ദിയില്ലാത്തവരെന്നൊക്കെ. ഒരു പഴഞ്ചൊല്ല് പോലെ മനുഷ്യർ പറയുന്നത് കേൾക്കാം, ഉണ്ട ചോറിന് പോലും നന്ദിയില്ല. ഇത്രയും കാലം ഇവിടെ പണിയെടുത്തിട്ട് പോയതാ, അല്ലെ ഇത്രയും വേദന ഇവിടുന്ന് മേടിച്ചിട്ട് പോയതാ. ആയിക്കൊള്ളട്ടെ, എങ്കിലും ഒരു ചെറു നന്ദി. മനുഷ്യരാണെങ്കിൽ പോലും നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ ഒരു നന്ദി എന്നൊരു വാക്ക് പറഞ്ഞാൽ ഏറെ സന്തോഷകരമാണ്. ഇതുപോലെ തന്നെയാണ് ദൈവവുമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തിലും ദൈവത്തിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഏറെ കടപ്പെട്ടവരാണ്. അപ്പം നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ കൂടുതൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും, അല്ലേ? ദാതാവിൽ നിന്ന് സ്വീകരിക്കുന്ന
അനുഗ്രഹങ്ങൾ വീണ്ടും ഞാൻ ദാതാവിനോട് നന്ദി പറയുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്തു തരാനും സ്വീകരിക്കുവാനും കൊടുക്കുവാനും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കുമല്ലോ. സംഖ്യയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 11-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇസ്രായേൽ ജനം ദൈവം അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. പക്ഷെ നന്ദി പ്രകാശിപ്പിക്കാതെ അവർ പിറുപിറുക്കുന്ന ഒരു ജനസമൂഹത്തെ നമ്മളവിടെ മുട്ടുന്നുമുണ്ട്. പക്ഷെ അവർക്ക് കർത്താവ് മന്നയും കാടപ്പക്ഷിയും എല്ലാം ഭക്ഷിക്കാനായിട്ട് കൊടുത്തു, വയറ് നിറയെ ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. നന്ദി പ്രകാശിപ്പിക്കണം, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം. ദൈവം തന്ന അനുഗ്രഹങ്ങൾ കാരണന്മാർ പറയുന്നൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്, ദൈവത്തോട് നന്ദി പറയണമെങ്കിൽ മനുഷ്യരോട് നന്ദിയുള്ളവരായിരിക്കണം. മനുഷ്യരോട് നന്ദി കൊണ്ട് വേണം, എങ്കിൽ നമുക്ക് ദൈവത്തോട് കൂടുതൽ നല്ല രീതിയിൽ നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് സാധിക്കുമെന്ന്. കർത്താവെ, നമുക്ക് സങ്കീർത്തനോട് ചേർന്ന് പറയാം, അങ്ങ് ചെയ്ത വലിയ മഹത്തായ കാര്യങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ മാതാപിതാക്കളിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ കൃഷിയിടങ്ങളിൽ, നമ്മുടെ ജോലി സ്ഥലത്ത് ചെയ്തിട്ടുള്ള മഹത്തായ കാര്യങ്ങൾ ഓർത്ത് നന്ദി പറയാം. അപ്പം ജെസ്സയുടെ പുത്രനായ ദാവീദിൽ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടെങ്കിൽ ആ മനുഷ്യനിൽ കണ്ടിരുന്ന പ്രത്യേകതകൾ നന്ദി, സ്തുതി, പ്രാർത്ഥന, പശ്ചാത്താപം, അവിടുത്തെ പരിപാലനയിലുള്ള ഏറ്റുപറച്ചിൽ, ഇതൊക്കെ ആയിരുന്നുവെങ്കിൽ നമുക്കും ഈ ഒരു വഴികളിലൂടെ യാത്രയാവുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ മക്കളായിട്ട് തീരാനായിട്ട് സാധിക്കും. അതിനു വേണ്ട സകല അനുഗ്രഹങ്ങളും നമുക്ക് കർത്താവിനോട് ചോദിച്ച് വാങ്ങാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ മനസ്സിന് ഇണങ്ങിയവരായി ഞങ്ങളെ അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങയുടെ നന്മകൾ പ്രഘോഷിക്കുന്നവരും ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നവരും രാവും പകലും അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരും അങ്ങയുടെ ഹിതം നിറവേറ്റുന്നവരുമൊക്കെയായി മാറിക്കൊണ്ട് അങ്ങയുടെ മനസ്സിനിണങ്ങിയവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.